ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ആ റൂമിനകത്ത് വെക്കുന്ന ജന്നൽ, അതായത് വിൻഡോ വയ്ക്കുമ്പോൾ നമ്മൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഒരു സൈറ്റിൽ ഒരു റൂമിനകത്ത് ഇന്ന് വിൻഡോ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ വിൻഡോ വയ്ക്കുമ്പം സാധാരണ നമ്മൾ വയ്ക്കുന്ന വിൻഡോ ചിലപ്പോൾ ഒരു റൂമിൽ 2-3 വിൻഡോ വയ്ക്കും. അതായത് ബാക്കി ഒരുപാട് കെട്ട് കാണും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ 2 ഫില്ലർ വരുന്നുണ്ട്. അതായത് റൂമിൻ്റെ 2 മൂലയിലും ഓരോ ഫില്ലർ വരുന്നുണ്ട്. അപ്പോൾ ആ ഫില്ലർ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണുമ്പോഴേ നിങ്ങൾക്ക് എന്തിനാണ് നമ്മളവിടെ 2 ഫില്ലർ കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പം ആ ഫില്ലറിൻ്റെ ഏറ്റവും താഴെ നിന്ന് തൂക്കെടുത്താണ് മേളിൽ കയറ്റുന്നത്. കാരണം തള്ളുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഫില്ലറിൻ്റെ അല്ലെങ്കിൽ 2ഉം മേളിലത്തെ കെട്ടും താഴത്തെ കെട്ടും 2-2ആയിട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫില്ലറിൻ്റെ അവിടെ തൂക്കെടുക്കുന്നത്. അപ്പോൾ തൂക്കെടുത്ത് ഇവിടെ വരുന്ന ജന്നലെന്ന് പറയുന്നത് വിൻഡോ കംപ്ലീറ്റും വിൻഡോ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാൻ നോക്കിയാണ് ഞങ്ങൾ വെക്കുന്നത്. കാരണം അല്ലെങ്കിൽ അബദ്ധം പറ്റും, ഒരുപാട് പേർക്ക് അങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ 3D പ്ലാനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ വീട് വെച്ച് വരുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. നല്ല വലിയൊരു വീടാണ്. ഇതാണ് അതിൻ്റെ 3D പ്ലാന്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്ലാൻ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം പ്ലാൻ നോക്കാതെ നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് നമ്മൾ വെക്കുമ്പോൾ പറ്റുന്ന കുഴപ്പമെന്ന് പറയുന്നത്, പിന്നെ ഒരു എഞ്ചിനീയർ വന്നിട്ട് പറയും അത് അവിടെ അല്ല വരേണ്ടത്, അത് ഇവിടെയാണ്, നിങ്ങൾ പ്ലാൻ നോക്കിയില്ല എന്ന് പറയും. പിന്നെ അത് പൊളിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ നോക്കി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വരി ഫുള്ള് ഇഷ്ടിക വയ്ക്കുന്നുണ്ട്. കാരണം ജനലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, വിൻഡോയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.10. ഈ കാണുന്ന സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ 2 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. നമ്മൾ ഇഷ്ടിക 9 ഇഞ്ച്, ഇത് 10 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. 10 ഇഞ്ചില്ല കേട്ടോ, കുറച്ച് കുറവാണ്. ഇപ്പം നമ്മൾ ഇത് നല്ല വെയിറ്റ് ആട്ടോ. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഞങ്ങൾ 8 പേരും കൂടി ചേർന്നാണ് ഇത് പൊക്കി അതിൻ്റെ മേളിൽ വയ്ക്കുന്നത്. കാരണം അമ്മാതിരി വെയിറ്റാണ്, ഭയങ്കര വെയിറ്റാണ്. കാരണം ഇവിടെ വയ്ക്കുന്ന ജന്നലുകൾ കംപ്ലീറ്റും എല്ലാം ഒരേ സൈസാണ്. ഇപ്പം നമ്മൾ സാധാരണ വയ്ക്കുന്ന ജന്നൽ എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച്, അതിൻ്റെ കട്ടളപ്പടിയൊക്കെ 4 ഇഞ്ച് ഹൈറ്റ് സൈസായിരിക്കും. അപ്പോൾ ഇത് 10 ഇഞ്ച് ഹൈറ്റ് സൈസാണ്. അപ്പോൾ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ പൊക്കി വെച്ച് 2 സൈഡിൽ നമുക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കൂടി ഞാൻ പറയാൻ പോകുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും പറയും നമ്മൾ ഈ വീടിൽ റൂമിനകത്തൊക്കെ ഒരുപാട് ജന്നലൊക്കെ കൊടുക്കുമ്പോൾ അത്രയും ലോഡ് കുറയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് ലോഡ് കുറയും. അപ്പോൾ ഒരുപാട് ജന്നൽ, അതായത് 3-4 ജന്നലൊക്കെ വയ്ക്കുമ്പോൾ അത്രത്തോളം ലോഡ് കുറയും എന്ന് പറയും. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ജന്നൽ വരുംതോറും നമ്മളെ വീടിൻ്റെ ചുമര് ലോഡ് കുറയും. പക്ഷേ ലോഡ് കുറയുന്നത് മാത്രം നമ്മൾ നോക്കരുത്. നമ്മളൊരു റൂമിൽ ജന്നലൊക്കെ വയ്ക്കുമ്പോൾ 4 സൈഡും കോൺക്രീറ്റ് പിടിക്കാനുള്ള ലോഡ് കെട്ട് അതിൽ വേണം, ഭിത്തി വേണം. അല്ലാതെ ചുമര് ഭിത്തി ഇല്ലാതെ ഫുൾ ജന്നൽ വെച്ച് കഴിഞ്ഞാൽ ഈ ജന്നലിലായിരിക്കും കംപ്ലീറ്റ് ലോഡും പിടിക്കുന്നത്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഭാവിയിൽ ദോഷം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പം ഈ റൂമിൽ കംപ്ലീറ്റും ജന്നലാണ്. അതായത് കെട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനലിൻ്റെ അവിടെ ഒരു 9 ഇഞ്ച് കെട്ടും, പിന്നെ 2 ഫില്ലറും. അപ്പോൾ ഈ 2 ഫില്ലർ വരുന്നത് കൊണ്ട് നമ്മളെ മെയിൻ സ്ലാബിൻ്റെ ലോഡ് ലിൻഡിലും മൊത്തം ഇതിലാണ് പിടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ വിഷയം വരുന്നില്ല അവിടെ. അപ്പോൾ ഇപ്പോൾ ഇതിപ്പം കംപ്ലീറ്റ് ഗ്ലാസ് ആണ് കേട്ടോ. അതായത് അത് ഡോറല്ല, കംപ്ലീറ്റും ഗ്ലാസ് ആണ്. അപ്പോൾ കാണുന്നവർ വിചാരിക്കും നടുക്കത്തെ ഡോറും 2 സൈഡിലെ ജനൽ പാളിയാണെന്ന്. അല്ല, കംപ്ലീറ്റും ഫ്രെയിം ഗ്ലാസ് ആണ്, ഫുൾ ഗ്ലാസ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കെട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാൻ നോക്കിയിട്ടാണ് നമ്മൾ കെട്ട് തിരിക്കുന്നത്. അതിൻ്റെ മുട്ടുതോത് കറക്റ്റ് ലെവലിന് അളവെടുത്തിട്ട് ഞങ്ങൾ അവിടെ കെട്ട് തിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു ഒറ്റപ്പാളി, അതായത് ഒറ്റപ്പാളിയുടെ ഒരു ഗ്ലാസിൻ്റെ ഫ്രെയിം വരുന്നുണ്ട്, വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ക്രോസിന് കമ്പിയോ പട്ടയോ അങ്ങനെ ഒന്നുമില്ല, വെറും പ്ലെയിൻ ആണ്. അതായത് പ്ലെയിൻ ഗ്ലാസ് ആണ് ഇടുന്നത്. അതിൻ്റെ ഹൈറ്റ് ഏകദേശം 1 മീറ്റർ വീതിയും 2 മീറ്റർ ഹൈറ്റുമാണ് ആ വിൻഡോയുടെ ഇത് വരുന്നത്.
അപ്പോൾ നമ്മളെപ്പോഴും വീട് വയ്ക്കുമ്പോൾ നമുക്ക് 2 പാളിയിലെ 3 പാളിയിലെ 4 പാളിയിലൊക്കെ ജനലുകൾ കൊടുക്കാം. പക്ഷേ ജനൽ കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമുക്ക് ഭിത്തി വരാനുള്ള സ്പേസും കൂടി കൊടുക്കണം. എന്താ ഇപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം, കംപ്ലീറ്റും ഇവിടെ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഫ്രണ്ട് കാണുന്നത് പെട്ടെന്ന് ഒരാൾ വിചാരിക്കുമ്പോൾ അതൊരു ഡോറെന്നേ വിചാരിക്കുള്ളൂ. പക്ഷേ ഡോറല്ല, അത് ഫുള്ളും ഫ്രെയിമാണ്, അതായത് ഗ്ലാസ്. ഇതിപ്പോൾ തന്നെ കണ്ടോ, ഈ 3 മൂലയിലും 3 ജനലായി, അതായത് 3 വിൻഡോ കൊടുത്തിരിക്കുകയാണ്. ഇത് ഫുള്ള് ഗ്ലാസ്സാണ്, വേറെ പാളിയോ അങ്ങനെ ഒന്നുമില്ല, ഫുള്ളും ഗ്ലാസ്. ഇനി ഇവിടെ ഒരു 4 പാളിയുടെ ഒരു ജനലും കൂടി ഉണ്ട്. ഈ പോർഷൻ ബെഡ്റൂമിൻ്റെ 4 പാളി നമ്മൾ സാധാ വെക്കുന്ന ജനൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ 4 പാളിയുടെ ജനൽ കൊടുക്കുകയാണ്. അത് ജനൽ കൊടുക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ഏകദേശം നമുക്ക് ഒരു 2.5 അടി വീതിക്ക് ഒരു ഭിത്തി വരുന്നുണ്ട്. പിന്നെ ജനലിൻ്റെ ഇങ്ങ് അറ്റത്ത് നമുക്കൊരു 2.5 അടി വീതിക്ക് ഒരു ഭിത്തി വരുന്നുണ്ട്. അങ്ങനെ 3 സൈഡിൽ നമുക്ക് ഭിത്തികൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ സ്ലാബ് അടിക്കുമ്പോൾ നമ്മളെ ലോഡ് മൊത്തം പിടിച്ച് നിൽക്കാൻ നമുക്ക് ഭിത്തിയുണ്ട്. കാരണം 2 ഫില്ലറുണ്ട്. അപ്പോൾ 2 ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ജനലിൽ ഭിത്തി കുറച്ചിട്ട് ജനലുകൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ ഇതാണ് കാരണം. നമ്മളെപ്പോഴും ജനലുകൾ വെക്കുമ്പം അത്രത്തോളം ലോഡ് കുറയും. ഒരുപാട് ലോഡ് നമ്മളെ റൂമിലൊന്നും കയറില്ല. പക്ഷേ നമുക്ക് മെയിൻ സ്ലാബ് വാർക്കുമ്പോൾ ആ കോൺക്രീറ്റ് പിടിച്ച് നിൽക്കാനുള്ള ലോഡ് പിടിച്ച് നിൽക്കാനുള്ള നമുക്ക് ഭിത്തി നമുക്ക് ആ റൂമിനകത്ത് കാണണം. റൂമിനകത്ത് ഭിത്തി ഇല്ലാതെ വെറും കംപ്ലീറ്റും ജനൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഡ് പിടിക്കില്ല. ജനലിൽ ലോഡ് പിടിച്ചിരിക്കും. അത് ഭാവിയിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ജനൽ വയ്ക്കാം, ഒരു 3 പാളിയുടെ 2 ജനലൊക്കെ 2 ചുവരിൽ നമുക്ക് എന്തായാലും വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 3 സൈഡിൽ വെക്കണമെങ്കിലും വെക്കാം. പക്ഷേ നമുക്ക് കുറച്ച് കെട്ടെങ്കിലും ഭിത്തിയെങ്കിലും നമുക്ക് ആ റൂമിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് റൂഫ് മേളിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ലോഡ് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിത് ഫുൾ കംപ്ലീറ്റും വാട്ടർ ലെവലിനടുത്ത് മട്ടം പിടിച്ച് കംപ്ലീറ്റും ഒരേ ലെവലിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 1.25 ഈ 4 പാളി ജനലിൻ്റെ ഹൈറ്റ്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് 10 വരി ഇഷ്ടിക വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. മൊത്തം 25 വരി, അതായത് സെൻസർ ലിൻഡിൽ മട്ടം വരുമ്പോൾ 25 ലൈനായിരിക്കും മൊത്തം ഉള്ളത്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റും വെച്ച് കഴിഞ്ഞു. അതായത് ഒരു റൂമിൽ മൊത്തം 4 ജനൽ ഫുൾ ഗ്ലാസ് ആണ് ഇത്. അപ്പോൾ ഈ കാണുന്ന പോർഷൻ മാത്രമേ ഉള്ളൂ ഗ്ലാസ് നമ്മൾ പാളി തുറക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.